ശുദ്ധാക്ഷരങ്ങളിലേക്ക് സ്വാഗതം. സ്വപ്നം കാണുന്നവർ രണ്ട് തരത്തിൽ. ചില ആളുകൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു, മറ്റു ചില ആളുകൾ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നു. കണ്ണുകൾ അടച്ച് സ്വപ്നം കാണുന്നവരും കണ്ണ് തുറന്ന് സ്വപ്നം കാണുന്നവരും. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഉണർവിലേക്ക് നയിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, ഈ സ്വപ്നങ്ങളാണ് ലോകത്തെ മാറ്റത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുകയും സ്വപ്ന സദൃശ്യങ്ങളായ ചുവടുവെപ്പുകളോടുകൂടി സാക്ഷാത്കാരത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്ത ആളുകളെ വിഷനറീസ് എന്നും മിഷനറീസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ഇത്തരത്തിൽ ഉറക്കം കെടുത്തുന്ന സ്വപ്നം കണ്ട് സ്വപ്ന സദൃശമായ യാത്ര നടത്തി സ്വപ്ന സമാനമായ ഒരത്ഭുതം നമുക്ക് സമ്മാനിച്ച ഒരാളുടെ ആത്മകഥാംശം നിറഞ്ഞ പുസ്തകം എൻ്റെ കയ്യിൽ. ശ്രീ ബെന്നി പുന്നത്തറയുടെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകം. ചില പുസ്തകങ്ങൾ കയ്യിലെടുക്കുമ്പോൾ കൃപയുടെ മഴപ്പെയ്ത്ത് ആരംഭിക്കുന്നൊരു തോന്നൽ. അത് തോന്നലല്ല, യാഥാർത്ഥ്യമാണ്. എവിടെയൊക്കെയോ ആരൊക്കെയോ മൃദുവായി തൊടുന്നതുപോലെ ഒരു തോന്നൽ. വീണ്ടും തോന്നലല്ല, അതനുഭവമാണ്. അത്തരം ഒരു അനുഭവമാണ് ഈ പുസ്തകം സമ്മാനിക്കുക. ജീവിതത്തിൽ ഇരുട്ട് മാറ്റാൻ ഒരൊറ്റയാൾക്ക് സാധിക്കും എന്നുള്ള തത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഗാന്ധിയുടെ പ്രിൻസിപ്പിൾ മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റമായി നിങ്ങൾ മാറുക. എപ്പോഴെങ്കിലുമൊക്കെ സംശയം വരുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വരാറുള്ള വാചകം അത് തന്നെയാണ്. ബി ദ ചേഞ്ച് ദാറ്റ് യു വാണ്ട് ടു സീ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇവിടെ മാറ്റമായി സ്വയം മുന്നിട്ടിറങ്ങുന്ന ഒരാളുടെ ആത്മകഥ. ഈ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്, ദൈവഹിതം തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കും. രണ്ട്, നിങ്ങളായിരിക്കേണ്ടത് നിങ്ങളായിത്തീരണം, നിങ്ങൾ എത്തേണ്ടിടത്ത് നിങ്ങൾ എത്തിച്ചേരണം എന്നും ഈ പുസ്തകം നമ്മെ പഠിപ്പിച്ചു തരും. ഭാരതീയർക്ക് വലിയ ദർശനം നൽകുന്ന പഴയ കഥയുണ്ട്. കാട്ടുതീയാണ്. കാട്ടുതീയിലെല്ലാം എരിഞ്ഞമർന്നില്ലാതാകുന്നു. അപ്പോൾ ഒരു പാവം കിളി അതിൻ്റെ ചെറു ചുണ്ടിൽ ഇത്തിരി വെള്ളം എടുത്ത് കാട്ടുതീ അണക്കാൻ വേണ്ടി പാടുപെടുന്നു. പറന്ന് പറന്ന് ചെന്ന് തടാകത്തിൽ നിന്നും വെള്ളമെടുത്ത് പിന്നെ കാട്ടുതീയിൽ കൊണ്ടുവന്ന് വെള്ളമിട്ട് വീണ്ടും പറന്ന് വീണ്ടും ശ്രമിച്ച് ഇങ്ങനെ ചെറുകിളിയുടെ വല്ലാത്തൊരു ശ്രമം. മറ്റു കിളികളൊക്കെ, ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞു, എന്ത് വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്, കാട്ടുതീയിലെല്ലാം എരിഞ്ഞമർന്നില്ലാതാവുന്നു, നിൻ്റെ ഇത്തിരി കൊക്കിലെ ഇത്തിരി വെള്ളം, അതുകൊണ്ട് എന്ത് കാര്യം? ചെറു കിളി പറയുന്നു, ഇത്തിരി കൊക്കിലെ ഇത്തിരി വെള്ളം, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തു എന്നുള്ള സാർത്ഥകത എനിക്കുണ്ടാകുമല്ലോ. മരിക്കുവോളം ഇങ്ങനെ ഇത്തിരി വെള്ളം കൊണ്ട് ഈ കാട്ടുതീ അണക്കാനും ആരെങ്കിലും സഹായിക്കാനും ശ്രമിച്ചു എന്നുള്ള ഒരു സാർത്ഥക ചിന്ത എനിക്കുണ്ടാകുമല്ലോ. കിളിക്ക് എന്ത് പറ്റി കാണണം? കിളി ഈ ഇത്തിരി വെള്ളം ചൊരിഞ്ഞ് കൊടുക്കുന്നതിനിടയിൽ ഒരുപക്ഷെ കാട്ടുതീയിൽ എരിഞ്ഞ് ഇല്ലാതായി തീർന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ എരിഞ്ഞ് അമർന്നില്ലാതാവുന്ന ആ അവസ്ഥയിലും സന്തോഷത്തോടു കൂടി സഫലം ഈ യാത്ര എന്നാ കിളി പറഞ്ഞു കാണണം. ഒരാൾക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ചെറിയ മാറ്റമല്ല, വലിയ മാറ്റം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ടെലിമാക്കസിൻ്റെ സംഭവം വിവരിക്കുന്നുണ്ട്. ടെലിമാക്കസ് ആയിരുന്നല്ലേ ഏഷ്യ മൈനറിലെ വിശുദ്ധിയുള്ള സന്യാസി. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒളിവിളി ഉണ്ടാകുന്നു. ദൈവം പറയുന്നു, റോമിലേക്ക് പോവുക. എന്തിന് എന്ന ചോദ്യമില്ല. ദൈവമാണ് വിളിച്ചതെങ്കിൽ പോകണം. ദൈവത്തിനറിയാം എന്താണ് അവിടെ സംഭവിക്കേണ്ടതെന്ന്. റോമിൽ അവിടെ ചെല്ലുന്നു. അന്ന് ആളുകൾ തമ്മിൽ കൊല്ലുകയും മൃഗങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് വിനോദമാക്കപ്പെട്ട കാലഘട്ടമാണ് റോമാ സാമ്രാജ്യത്തിൽ. ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കൊളോസിയം സ്റ്റേഡിയത്തിൽ പരസ്പരം പോരാടുന്നവരുടെ വല്ലാത്ത ആക്രോശം. രണ്ടുപേർ പരസ്പരം കൊന്നൊടുക്കുവാൻ വേണ്ടി ദ്വന്ദ്വയുദ്ധത്തിനൊരുങ്ങുന്നു. എല്ലാവരും വലിയ വിരുന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. പെട്ടെന്ന് ടെലിമാക്കോസ് എന്ന വൃദ്ധൻ്റെ സ്വരം ഉയർന്നു, എന്ത് അസംബന്ധമാണ് നിങ്ങൾ കാണിക്കുക? കൊന്ന്
പരസ്പരം കൊല്ലുന്നതിലൂടെ വിനോദം ഉണ്ടാക്കുകയോ എന്നിട്ട് ഈ വിനോദം കണ്ട് നിങ്ങൾ തൃപ്തരാവുകയോ ഇതിവിടെ നിർത്തണം, ആരും കൊല്ലരുത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ പരസ്പരം പോരാടരുത്. ആര് കേൾക്കാനാണ്? എല്ലാവരും ഇയാൾക്കെതിരെ കല്ലുകൾ ഉയർത്തുന്നു, ഇയാളെ കൊല്ലാൻ ഉത്തരവിടുന്നു. ചക്രവർത്തി കൊന്നു അക്ഷണത്തിൽ തന്നെ. പക്ഷെ അതിനുശേഷം ഒരു മൗനം, പൊള്ളുന്നൊരു മൗനം, അകത്ത് തീപ്പൊരി പോലെ കത്തിപ്പടരുന്ന ഒരു തരം മൗനം. ആ മൗനത്തിനൊടുവിൽ പതുക്കെ ആളുകൾ എഴുന്നേൽക്കുന്നു. അകത്തെ തീപ്പൊരി കൊണ്ടാകാം, അതിൻ്റെ അത്യുഷ്ണം കൊണ്ടാകാം, പുറത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. ദ്വന്ദ്വയുദ്ധത്തിന് കാത്തിരുന്ന ആളുകൾ പതുക്കെ പതുക്കെ രംഗം വിടുന്നു. ഒരാളുടെ മരണം ആ വലിയ ഒരു കൊലപാതകത്തിൽ നിന്നും ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നു. One person can change the entire destiny, and one person can bring about the transformation within and without. That's it. That's all. ഈ ഒരു സന്ദേശം അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അമൂല്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തെ താളിൽ തന്നെ പറയുന്ന കാര്യം ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നിസ്സാരമായി കാണരുത്. അപ്പോൾ ചോദിക്കാം, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുക എന്നത് തന്നെ. നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഓടുന്നത് എൻ്റെ കാലിലാണ്. അതാ പ്രശ്നം. എൻ്റെ കാലിലൂടെ ഓടാൻ മാത്രമേ എനിക്കറിയാൻ പാടുള്ളൂ. ആ ഓട്ടം നിർത്തിയിട്ട് ദൈവമേ, നിൻ്റെ കാലിലൂടെ, നിൻ്റെ പാതയിലൂടെ നീ ആനയിക്കുന്നിടത്തേക്ക് ഓടാൻ ഞാൻ ശ്രമിക്കട്ടെ. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മദർ തെരേസയുടെ അമ്മ മദർ തെരേസയോട് പറഞ്ഞതുപോലെ, അവൻ്റെ കയ്യിൽ നിൻ്റെ കൈ വെച്ചിട്ട് അവൻ പറയുന്ന വഴികളിലൂടെ നീ നടക്കുക, എത്തിച്ചേരുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. ഇത് തന്നെയാണ് ഇതിലെ ആദ്യ പേജുകൾ സമ്മാനിക്കുന്ന വലിയ ദർശനവും. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനെ നിസ്സാരമായി കാണരുത്. ഇനി അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് എന്തെങ്കിലും വാഹകരായി മുന്നോട്ട് വരുമ്പോൾ ഒരുപക്ഷെ ലോകം പറയുക നിങ്ങൾ ക്രേസിയാണെന്നാണ്, വട്ടാണെന്നാണ്. ഇദ്ദേഹം പറയുന്നു, പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വരം, ബാങ്കിലെ ജോലി രാജിവെക്കുക, എന്നിട്ട് സുവിശേഷ പ്രഘോഷകനായി മാറുക. വട്ടല്ലേ എന്ന് ആളുകൾ പറയും. തീർച്ചയല്ലേ? അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ്? മദർ തെരേസ കോൺവെൻറ്റിൽ നിന്നും പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അയർലൻഡുകാരിയായിട്ടുള്ള അന്നത്തെ സിസ്റ്റർ സുപ്പീരിയർ സ്നേഹത്തോടെ പറഞ്ഞു, സിസ്റ്റർ, എന്തുകൊണ്ടാണ് നീ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ക്രൈസ്റ്റ് കോൾസ് മീ. ജീസസ് എന്നെ വിളിക്കുന്നു. പക്ഷേ എന്താണ് പുറത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി ആയിട്ടുള്ളത്? 5 രൂപ കയ്യിൽ, പിന്നെ 2 ബക്കറ്റുകൾ, 2 ജോഡി വസ്ത്രം, പിന്നെ വെറുതെ തൂക്കുവാൻ വേണ്ടിയുള്ള ചൂല്. ഇത്രയല്ലാതെ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ഈ മദർ സുപ്പീരിയറുടെ സ്നേഹം കൊണ്ടാകാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെൻസ് കൊണ്ടാകാം പറഞ്ഞു പോയി, ആർ യു നോട്ട് ക്രേസി? വട്ടല്ലേ ഇത്? മദർ തെരേസ പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ഇഫ് യു ആർ നോട്ട് ക്രേസി, യു കനോട്ട് ലവ് ക്രൈസ്റ്റ്. ഇഫ് യു ആർ നോട്ട് ക്രേസി, യു കനോട്ട് ലവ് എനിബഡി. ബിക്കോസ് ഐ ആം ക്രേസി, ബിക്കോസ് ഐ ലവ് ക്രൈസ്റ്റ്, ഐ ഗെറ്റ് ഔട്ട്. ഇത് തന്നെയാണ് ജീവിതത്തിൽ. പണ്ട് നീഷ എഴുതിയിട്ടുണ്ട്, ഒരല്പം ഭ്രാന്തില്ലെങ്കിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യം ചെയ്യാനും നമുക്ക് സാധിക്കില്ല. കാരണം ഭ്രാന്തില്ലാത്ത വല്ലാത്ത പ്രാക്ടിക്കൽ സെൻസിൻ്റെ തടവറയിൽ നമ്മളങ്ങനെ കഴിഞ്ഞുകൂടും. എൻ്റെ സുഖം, എൻ്റെ വളർച്ച, എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്നിങ്ങനെ ചിന്തിച്ച് ചത്ത് കെട്ടടങ്ങി അങ്ങനെ കഴിഞ്ഞുകൂടും. അപ്പോൾ ഒരല്പം ഭ്രാന്തോടുകൂടി പുറത്തേക്ക് വരുന്ന ഒരു ചിത്രം, രസകരമായ ചിത്രം തന്നെയാണ്. ഇദ്ദേഹം പിന്നീട് മിഷനറിയായി മാറുന്നു. പിന്നീട് ഷാലോമിൻ്റെ ഉത്ഭവത്തിലേക്ക് നീളുന്ന ചിന്തകൾ, അതും ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് എന്ന്. ദൈവം പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനങ്ങൾ അച്ചടി ഭാഷയിലൂടെ ആളുകളിലേക്ക് എത്തിച്ചേരണം. അതൊരു നിയോഗമാണ്. ഈ നിയോഗം വെളിപാട് പോലെ പള്ളിയിൽ വെച്ച് അദ്ദേഹം സ്വീകരിക്കുന്നു. മനസ്സിലൊരു വിഷം വരുന്നത് പോലെ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പ്രസിദ്ധീകരണങ്ങൾ നിറം മങ്ങി നിറം കട്ട് മുന്നിൽ നിൽക്കുന്നു. മറ്റ് പ്രസിദ്ധീകരണങ്ങൾ വളരെ കളർഫുള്ളായിട്ട് ആകർഷകമായ രീതിയിൽ മുന്നിൽ തെളിയുന്നു. ആർക്കും വേണ്ടാതെ മാറ്റിവെച്ച് നിറം കെട്ട ഏതൊക്കെയോ പ്രസിദ്ധീകരണങ്ങൾ പോലെ, പുസ്തകങ്ങൾ പോലെ ഈ പ്രസിദ്ധീകരണങ്ങൾ.
ഇനി ഇവയുടെ നിറമൊക്കെ ഒന്ന് മാറേണ്ടതല്ലേ? ഇതാണ് ഒരു ദർശനം പോലെ മനസ്സിൽ തെളിയുന്ന ചിത്രം. ഈ ദർശനത്തിന് ശേഷം ഹിയറായാം, ദൈവമേ ഇതാ ഞാൻ എന്നേ പറയേണ്ടതുള്ളൂ. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുക. പിന്നെ ഇദ്ദേഹം ഗുരുവായി കാണുന്ന ഒരാൾ മോൺസിഞ്ഞോർ വർക്കിച്ചൻ എന്ന സ്നേഹത്തോടെ കരിസ്മാറ്റിക് പ്രവർത്തകരൊക്കെ വിളിക്കുന്ന ആ വന്ധ്യദേഹം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇദ്ദേഹം ചെന്ന് ചോദിക്കുന്നു, ദൈവം എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ച് ധ്യാനിച്ച് മറുപടി പറയുന്നു, ദൈവമാണ് വിളിക്കുന്നതെങ്കിൽ ദൈവത്തിനറിയാം നിന്നെക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. യെസ് പറയുക. ആ യെസ് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി അത്ഭുതങ്ങൾ ദൈവം തന്നെ കാട്ടിത്തരും. 100 രൂപ കയ്യിൽ വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിന് 10,000-ങ്ങളുടെയോ ലക്ഷങ്ങളുടെയോ വിലയുണ്ടല്ലോ. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഗുരുവായി ചിത്രീകരിക്കപ്പെടുന്ന വർക്കിച്ചൻ, അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു കഥാപാത്രമായിട്ട് മാറി. ഇത് അവതരിപ്പിക്കുന്ന ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, കാര്യമായി എനിക്കറിയില്ല. പക്ഷേ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിക്ക് വല്ലാത്തൊരു ചാരുത. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്, എന്തെങ്കിലും ചെയ്യും മുമ്പ് ദൈവത്തോട് ചോദിച്ചോ. വീണ്ടും സംശയങ്ങൾ വരുമ്പോൾ ശ്രീ ബെന്നി പുന്നത്തറ അച്ഛനോട് ചോദിക്കുന്നു, ഇനി ഭാവി എങ്ങനെയായിരിക്കും? അദ്ദേഹം നിസ്സംഗനായി മറുപടി പറയുന്നു, ഞാനല്ലല്ലോ ഈ ശാലോം തുടങ്ങി വെച്ചത്, കർത്താവല്ലേ. അപ്പോൾ കർത്താവിനറിയാൻ പറ്റില്ലേ എങ്ങനെയാണിത് തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളത്? ഭാവിയെക്കുറിച്ച് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് തുടങ്ങിയ സാധനത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്? ഇത് ക്രിസ്തുവുമായി ഒന്നു ചേർന്ന ഒരു മനുഷ്യനിൽ നിന്ന് വരുന്ന ദർശന വാക്യങ്ങളാണ്. ക്രിസ്തുവുമായി ഒന്നു ചേരാത്ത ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വീണ്ടും ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് എന്തു പറയുന്നു എന്ന് ഉറപ്പിച്ച് ചോദിക്കുന്ന ഒരാൾ, ആ വ്യക്തി നമ്മുടെ മനസാക്ഷിയോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രന്ഥകാരനും നിരന്തരം ചോദിക്കുന്ന ചോദ്യം, കർത്താവ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സത്യമായിരിക്കും. ഇപ്പം മാസികയൊക്കെ തുടങ്ങാനുള്ള വിളി കർത്താവിൻ്റെ വിളിയാണ് എന്ന് ബോധ്യമുണ്ട്. അപ്പോഴും ഒരു ചിന്ത, ഇനി പിശാചിൻ്റെ തട്ടിപ്പാണെങ്കിലോ? ഔചാരിതമായൊരു ലെറ്റർ കിട്ടുന്നു, ഒരു സ്ത്രീ പറയുന്നു, ഈ ജീവിതത്തിൽ മരണവക്രത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്നത് നിങ്ങൾ നൽകുന്ന കുറേ ചിന്തകളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ പോലെയാണ് ആ കത്ത്. ഒരാൾക്കെങ്കിലും ആശ്വാസമായി മാറുന്നുണ്ടെങ്കിൽ ആ ആശ്വാസമേകുവാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പുറപ്പെടണം. ശാലോമിൻ്റെ പിറവി ദിനങ്ങൾ അങ്ങനെ കൃപയുടെ ദിനങ്ങളായിട്ട് മാറുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഇതുപോലെയൊക്കെ സ്വപ്നങ്ങൾ കാണാൻ മനുഷ്യർക്ക് എങ്ങനെ സാധിക്കുമെന്ന്. കാരണം ശാലോം ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ചിലപ്പോഴൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. പരസ്യങ്ങളില്ലാതെ എങ്ങനെ ഒരു ചാനൽ ഇതുപോലെ മുന്നോട്ട് പോകുന്നു? ഉത്തരം വ്യക്തമാണ്. ഈ പുസ്തകത്തിലൂടെയും ഈ പുസ്തകത്തിൽ തെളിയുന്ന വെട്ടത്തിലൂടെയും ദൈവത്തിന് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം നടത്തും എന്ന് ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാം സാധ്യമാകും. എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്കെല്ലാം സാധ്യമാകും എന്ന് എന്നോട് തന്നെ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിലെ തന്നെ അവിശ്വാസം പിന്നാമ്പുറത്തിലൂടെ പുറത്തേക്ക് പോവുകയും കർത്താവിൻ്റെ ചൈതന്യം അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വീണ്ടും പല പല പഴയ നിയമ പ്രതീകങ്ങളിലൂടെ ഗ്രന്ഥകാരൻ സഞ്ചരിക്കുന്നുണ്ട്. ഖെറീത്ത് തോട്ടത്തിലെ നീരുറവുകളെക്കുറിച്ച് പറയുന്നു. ഖെറീത്ത് തോട്ടത്തിലെ നീരുറവുകളുടെ സമീപത്തേക്ക് ദൈവം പ്രവാചകനെ അയക്കുകയാണ്. ഇസ്രായേൽ മുഴുവൻ വിണ്ടു വരണ്ട് കിടക്കുന്നു. കൊടും വറുതിയുടെ നാളുകളാണ്. പക്ഷേ ദൈവം പ്രവാചകനെ തീറ്റിപ്പോറ്റുന്നുണ്ട്. ആവശ്യത്തിന് അപ്പവും മാംസവുമായി ഒരു കാക്ക വരുന്നു. വെള്ളത്തിലെ നീരുറവുകളിൽ നിന്നും വെള്ളം കുടിക്കും. അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. പക്ഷെ ഒരു ദിവസം ഈ നീരുറവ വറ്റി വരണ്ടു. പ്രവാചകൻ കരഞ്ഞുപോയി. അപ്പോൾ ദൈവം ഇടപെടുന്നു. സറേഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് പോവുക. ഇനി തീറ്റിപ്പോറ്റുന്നത് ആ വിധവയായിരിക്കും. എന്നിട്ട് ഗ്രന്ഥകാരൻ പറയുന്നു, എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പരിപാലിക്കുന്നത് ദൈവമാണെങ്കിൽ പരിപാലനം നൽകുന്ന വ്യക്തികളും സാഹചര്യങ്ങളും മാറിയാലും നാം ഭയപ്പെടേണ്ടതില്ല. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും.
അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നട്ടുവളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. നട്ടുവളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത നീരുറവയും. ഇത് സ്വപ്നങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ എന്നോട് തന്നെ ആവർത്തിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട്. ദൈവം കൂടിയുള്ളപ്പോൾ നട്ടുവളർത്തിയ പൂന്തോട്ടവും ഒരിക്കലും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. ഇനി പല പല ഉദാഹരണങ്ങൾ ഇദ്ദേഹം നൽകുന്നുണ്ട്. പറഞ്ഞല്ലോ, ബാങ്ക് ഉദ്യോഗം വേണ്ടെന്ന് വെച്ചു. കുട്ടികളെ ആര് പഠിപ്പിക്കും? വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? ഒരു സുഹൃത്തിനോട് ഇദ്ദേഹം പറയുന്നു, എൻ്റെ ബാങ്കിൻ്റെ മാനേജേഴ്സിനേക്കാൾ നന്നായി ലോകത്തെ മാനേജ് ചെയ്യുന്ന ആളാണല്ലോ ദൈവം. അപ്പോൾ ദൈവമാണ് എന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെങ്കിൽ എൻ്റെ മക്കളെ ദൈവം നോക്കിക്കൊള്ളും. പണ്ട് ഈ പിഗ്മി അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ തന്നെ ഏതെങ്കിലും വഴിയമ്പലങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോയിടും. ആളുകൾ ചോദിക്കും, പിഗ്മി അമ്മമാരെ, അവർ വെയിലത്ത് വാടിപ്പോകില്ലേ? മഴയേറ്റ് കുതിർന്നു പോവില്ലേ? മഞ്ഞേറ്റ് തണുത്തുറഞ്ഞു പോവില്ലേ? എന്തേ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നു? അമ്മമാർ മറുപടി പറയുന്നു, മഴ നൽകിയതാര്? വെയിൽ നൽകിയതാര്? ആരാണ് ഈ മഞ്ഞ് പൊഴിക്കുന്നത്? ആ ദൈവം തന്നെയാണല്ലോ ഇവരെ സൃഷ്ടിച്ചതും. ദൈവം കാത്തുകൊള്ളും എൻ്റെ കുഞ്ഞുങ്ങളെ, കുഞ്ഞെൻ്റേതല്ല എന്നിലൂടെ വന്നു എന്ന് മാത്രം. ഈ ചിന്ത തന്നെയാണ് ഇദ്ദേഹത്തിനൊന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ ദൈവം പല ആളുകളിലൂടെ സഹായിക്കും. ഒരു ഉദാഹരണമായിട്ട് ഇതിൽ ചേർത്തപ്പെട്ടിരിക്കുന്നത്, എല്ലാ ജൂൺ മാസവും സ്കൂളിലേക്ക് പണം അയക്കേണ്ട സമയമാണല്ലോ. ഒരു ചെക്ക് വരും, ഈ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള പണം അടങ്ങിയ ചെക്ക്. 3 വർഷവും കൃത്യമായിട്ട് വന്നു എന്ന് ഇദ്ദേഹം പറയുന്നു. 4ാമത്തെ വർഷം വന്നില്ല. പക്ഷേ 4ാമത്തെ വർഷം അത് വേണ്ടി വരില്ല, കാരണം കുടുംബസ്വത്തായി ആ വർഷം പണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, നോക്കുക, ദൈവത്തിന് എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് തരേണ്ടതെന്ന് വ്യക്തമായിട്ടറിയാം. ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ നിരന്തരമായ നീണ്ടു നിൽക്കുന്ന അത്ഭുതങ്ങളുടെ ദർശനങ്ങളുണ്ടാവും. ആ ദർശനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതുപോലെ നിഷ്കളങ്കമായി വിശ്വസിക്കാൻ പറ്റാത്തത് തന്നെ ആയിരിക്കാം. ഇസ്രായേൽ ജനം ഗിൽഗാലിൽ എത്തുന്നത് വരെയും അവർക്ക് ഭക്ഷിക്കാൻ ആകാശത്തു നിന്ന് പൊഴിഞ്ഞിരുന്ന മന്നയും കാടപ്പക്ഷികളെയും മറ്റുണ്ടായിരുന്നു. എന്നാൽ അവർ സ്വന്തമായി ദേശം നേടിക്കഴിഞ്ഞപ്പോൾ, പിന്നെ വിളവിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ മന്ന വർഷിക്കാതെയായി. ദൈവത്തിന് ഓരോ പീരീഡിലും എങ്ങനെയാണ് നമ്മളെ പരിപാലിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. ഈ വ്യക്തത നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസമായി വന്നു കഴിയുമ്പോൾ ജീവിതം സുന്ദരമായിട്ട് മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരുപാട് കൺഫ്യൂഷൻസ് ജീവിതത്തെക്കുറിച്ചുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ തീർക്കണമെന്ന് പാട്ട് പാടിയതുകൊണ്ട് കൺഫ്യൂഷനൊന്നും മാറില്ല. കൺഫ്യൂഷൻ ദൈവത്തിനോട്ട് കൊടുക്കുക. ഇതൊരു വലിയ പാഠമാണല്ലോ ചങ്ങാതി. എല്ലാ ഭാരങ്ങളും നിങ്ങൾക്ക് മാറ്റിക്കളയാൻ പറ്റുമെന്നൊന്നും വെറുതെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ലിമിറ്റുണ്ട് ചങ്ങാതി. പലപ്പോഴും നിങ്ങളുടെ ബലം തീരുന്നിടത്ത് ദൈവത്തിൻ്റെ ബലം ആരംഭിക്കുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയ ഒരാളുടെ ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നല്ലോ. ഇദ്ദേഹത്തിൻ്റെ ധ്യാനഗുരു എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ശരിയെന്നോ തെറ്റെന്നോ അത് നോക്കിയിട്ടല്ല ഓരോ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരി നടത്തുക, അതാണല്ലോ ശരി. പക്ഷേ മോൺസിഞ്ഞോർ വർക്കി പറഞ്ഞു കൊടുക്കുന്ന തത്വം മറ്റൊന്നാണ്. ശരി തെറ്റ് തിരിച്ചറിഞ്ഞ് ശരി നടത്തുക എന്നുള്ളതല്ല ക്രിസ്ത്യാനിയുടെ രീതി. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് തിരിഹിതമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് നിവർത്തിക്കുക. ഇതും വലിയൊരു ദർശനമായിട്ട് അനുഭവപ്പെടുകയാണ്. ദൈവഹിതമാണ് തിരിഹിതം. അത് എന്തോ, കാരണം ശരിയെന്ന് പറയുന്നത് ചിലപ്പോൾ തെറ്റാകാം, തെറ്റെന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയാകാം. ആർക്കറിയാം? ഇന്ന് ഞാൻ ശരിയെന്ന് ധരിക്കുന്ന നാളെ വളരെ തെറ്റായി മാറിക്കൊള്ളാം. അതുകൊണ്ട് ചെയ്യും മുമ്പ് ദൈവത്തോട് ചോദിക്കുക, അനുവാദം വാങ്ങിച്ചിട്ടേ ചെയ്യാവൂ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി മാറും. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വഴി, ഈ ദൈവത്തിൻ്റെ ഹിതവും വഴിയും തിരിച്ചറിഞ്ഞ കഥാപാത്രങ്ങൾ ബൈബിളിലും വീണ്ടും കണ്ടെത്തുവാൻ സാധിക്കും. ആ കണ്ടെത്തൽ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കുന്നുമുണ്ട്. പലപ്പോഴും
ദൈവത്തിൻ്റെ വളരെ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ഓർത്ത് കണ്ണീർ പൊഴിച്ചു പോയിട്ടുണ്ട് അത്രേ. ഒരിക്കൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, ബാങ്കിൽ 3 ലക്ഷത്തോളം രൂപ മാത്രം അക്കൗണ്ടിൽ, ഇവിടെ വേണ്ടത് 12 ലക്ഷത്തോളം രൂപ. എന്തു ചെയ്യും? തുടക്കക്കാലത്താണ്, പണമില്ല. പ്രാർത്ഥിക്കുന്നു. 3 ദിവസം കൂടിയുണ്ട്. 2-ാം ദിവസം പോയി, 3-ാം ദിവസം അടുത്തെത്തി. എന്തു ചെയ്യും? 3-ാം ദിവസം വല്ലാതെ ദൈവം സഹായിക്കുമെന്നുള്ള ചിന്ത പോലും പടിയിറങ്ങി പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരാൾ വരുന്നു. അയാൾ പ്രതീക്ഷിച്ചതിലും 10 ഇരട്ടി വില കിട്ടുന്ന വിധത്തിൽ റബ്ബർ തോട്ടം വിൽപ്പന ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം 10 ലക്ഷത്തോളം രൂപയുമായിട്ട് വന്നിരിക്കുകയാണ്. ദൈവമേ, നിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയുന്നു എന്നൊരാൾ പാടിപ്പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇതുപോലെ രസകരമായ ഒരേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെയൊക്കെ വിശ്വാസം പെട്ടെന്ന് ദൃഢതരമായി പോകുന്നുണ്ട്. സിംഹക്കൂട്ടിൽ കിടക്കുന്ന ദാനിയേലിന് ഭക്ഷണമാകാൻ വേണ്ടി മൈലുകൾക്കപ്പുറത്തുള്ള പ്രവാചകനെ ദൈവം ക്ഷണിക്കുന്നു. പ്രവാചകൻ പറയുന്നു, ബാബിലോണും അവിടുത്തെ സിംഹക്കൂടും എനിക്ക് അന്യാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഇതെവിടെയാണെന്ന്. ദൈവം പറയുന്നു, മാലാഖമാർ നിന്നെ വഹിച്ചു കൊണ്ടുപോകും. ഇയാൾ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സിംഹക്കൂട്ടിലെത്തുമ്പോൾ പറയുന്നു, ദാനിയേൽ, നിനക്കുള്ള ഭക്ഷണം ദൈവം തരുന്നു. ദൈവമേ, എൻ്റെ ആവശ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് ദാനിയേൽ പാട്ടുപാടി തുടങ്ങുന്നു. അതുപോലെ തന്നെ ഏത് ഇടത്താണ് വിത്തിടേണ്ടതെന്ന് ദൈവം തന്നെയാണ് തീരുമാനിക്കുക. ദൈവത്തിന് വിട്ടുകൊടുക്കുക. യു ഡു യുവർ ഡ്യൂട്ടി pretty well, but then what else happens? അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. അങ്ങനെ ഒരു മനോഭാവം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ജീവിതം തന്നെ മാറിപ്പോകും. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, അത്ഭുതകരമായ വഴികളിലൂടെ സഹായിച്ചിട്ടുള്ള ഒത്തിരി പേരിലൂടെയാണ് ഷാലോം എന്ന പ്രസിദ്ധീകരണം, ഷാലോം എന്ന TV പ്രവർത്തിക്കുക. ദൈവം നൽകിയ വെളിപാട് പോലെ 100 രൂപ വെച്ച് സഹായിക്കാവുന്ന 50,000 ആളുകളെ കണ്ടെത്തുക, അതല്ലെങ്കിൽ 200 രൂപ തരാവുന്ന 25,000 പേരെ കണ്ടെത്തുക, അതുമല്ലെങ്കിൽ 1000 രൂപ തരുന്ന 5000 പേരെ കണ്ടെത്തുക. ഇങ്ങനെ കണ്ടെത്തുക എന്നൊരു ചിന്ത, അതിലൂടെ ആയിരിക്കാം ഇതിൻ്റെ തുടക്കം. ആദ്യകാലത്ത് രോഗം വന്ന് വിവശയായ ഒരു സ്ത്രീ 100 രൂപയുമായി വരുന്നു. എന്നിട്ട് പറയുന്നു, രോഗം ചികിത്സിക്കാൻ ഡോക്ടറെ തേടിപ്പോയാൽ ഈ 100 രൂപ പോവും. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ചാനൽ എങ്ങനെ തുടങ്ങും? ആ ടേമും എനിക്കിഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ സ്വന്തം ചാനൽ. പല ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള സാധാരണ മനുഷ്യരുടെ ത്യാഗത്തിൻ്റെ, കണ്ണീരിൻ്റെ കഥകളും ഈ TVയുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ടാവില്ലേ? 2 കുട്ടികൾ, ആങ്ങളെയും പെങ്ങളും, എന്നും ജീപ്പിൽ പോകുന്നതിന് മാസം 250 രൂപ, 2 പേർക്കും ചേർന്ന് 500 രൂപ. അവരൊരു തീരുമാനം എടുക്കുന്നു, ഷാലോം TV തുടങ്ങാൻ വേണ്ടി ഈ പണം കണ്ടെത്തണം. അപ്പോൾ ഇന്ന് നടന്നു പോകാം. കൊന്തയും ചില നടന്നു പോകുന്ന ഒരു കുഞ്ഞും 2 കുഞ്ഞുങ്ങൾ, അവർക്ക് നടന്നു പോകുന്നു. അവർ ജീപ്പ് വേണ്ടാന്ന് വെക്കുന്നു. അവർക്ക് കിട്ടുന്ന തുക അവർ ഷാലോം TV ഉണ്ടാക്കുവാൻ വേണ്ടി അയച്ചു കൊടുക്കുന്നു. ഈ ത്യാഗം കൺവെൻഷൻ സെൻറ്ററുകളിലൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ 1 രൂപയും 2 രൂപയും ഒക്കെയുമായിട്ട് ഓടി വരുന്ന കാഴ്ചയെ പറയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ നിഷ്കളങ്ക ഭാവത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ഉള്ളിൽ വരിക. മിലാനിലെ മെത്രാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത മെത്രാൻ ആരാകണമെന്ന് ആലോചിക്കാൻ വേണ്ടി പൗരപ്രമുഖരെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു കൊച്ചുകുട്ടി കൈ ഉയർത്തി വിളിച്ചു പറഞ്ഞത്രേ, അംബ്രോസ് ആയിരിക്കും അടുത്ത മെത്രാൻ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ വാക്കുകൾ ഏതോ ദൈവഹിതമാണെന്ന് ആളുകൾ തിരിച്ചറിയുകയാണ്. അംബ്രോസിനടുത്ത മെത്രാനാക്കി മാറ്റി. അതുപോലെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പോലും ഇതുപോലെ സ്വർഗത്തിലേക്കുള്ള വഴി കാട്ടിത്തരുന്ന വലിയ കാവൽമാലാഖമാരെ പോലെയൊക്കെയായി മാറും. അത്തരം അനുഭവങ്ങളും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചാനൽ എങ്ങനെ പിറവിയെടുത്തു, ഒരു പ്രസിദ്ധീകരണം എങ്ങനെ പിറവിയെടുത്തു എന്നതിനപ്പുറത്തേക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ ജീവിതം കുറച്ചുകൂടി സുന്ദരമാകുന്നു എന്നതിന് ഉത്തരം കൂടി ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഓഫീസ് കെട്ടിടം ഒരുക്കി സുന്ദരമായൊരു കറങ്ങുന്ന ചെയറൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ഇരുന്ന ഒരു രംഗം കൂടി പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതിലിരുന്ന പാടെ തന്നെ ഷോക്കടിച്ച പോലെ പെട്ടെന്നൊരു തോന്നലുള്ളിൽ ചാടി എഴുന്നേക്കാൻ, പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, ഈ ഇരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് മാറിക്കൊടുക്കേണ്ട സമയം വരും. കാരണം കുറച്ച് നാളത്തേക്കാണ് ഇരിക്കാൻ പറഞ്ഞത്, എന്നിട്ട് മാറിക്കൊടുക്കണം.
ആ മാറിക്കൊടുക്കൂ എന്ന സന്ദേശം ഈ ഗ്രന്ഥകാരൻ സ്വീകരിച്ചു കാണണം. അടുത്തിടെ തൻ്റെ സാരഥ്യമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം മറ്റു വ്യക്തികൾക്ക് വേണ്ടി ഈ കസേര കൈമാറിയെന്ന് പത്രവാർത്തകളിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവഹിതം തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ തന്നെ ഈ യാത്രക്കിടയിൽ സ്വന്തം എന്ന് പറയാൻ എന്താ ഉള്ളത്? യാത്രക്കിടയിൽ മഴ പെയ്തപ്പോൾ കയറി നിൽക്കാവുന്ന ഇടത്താവളം മാത്രമാണ് ഈ ലോകം. എൻ്റേത് എന്ന് പറയാൻ ഒന്നുമില്ല. മക്കൾ എൻ്റേതെന്ന് പറയണ്ട, വീട് എൻ്റേതെന്ന് പറയണ്ട, ഈ ഒരുക്കി തീർത്തിരിക്കുന്ന കൊട്ടാരങ്ങളും എൻ്റെ സാമ്രാജ്യങ്ങളൊക്കെ എൻ്റെ എന്ന് പറയണ്ട. എൻ്റെ എന്ന് പറഞ്ഞ് തീരും മുമ്പ് കൊഴിഞ്ഞു വീഴുന്ന ഏതൊക്കെയോ കാട്ടുപൂക്കളെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം കുറച്ചുകൂടി സുന്ദരമായി തീരും. യാത്ര കുറച്ചുകൂടി രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഈ പുസ്തകം എഴുതിയ ഗ്രന്ഥകാരന് നന്ദി. വിശ്വാസം കുറച്ചുകൂടി തീവ്രതരമാക്കുന്നതിന് ഇതിൻ്റെ വാക്കുകൾ, താളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലൂടെ കടന്നു പോവുക, കുറച്ചുകൂടി ദൈവത്തോട് ഒട്ടിച്ചേർന്ന് യാത്ര തുടരുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു.